കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. കമ്പിവേലിയിൽ കുടുങ്ങി കടുവയ്ക്ക് പരിക്കേറ്റിരുന്നു. വനമന്ത്രി എ കെ ശശീന്ദ്രൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി ജയപ്രസാദിനാണ് അന്വേഷണ ചുമതല. കൊട്ടിയൂരിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ കടുവ ആരോഗ്യവാനായിരുന്നുവെന്ന് കണ്ണൂർ DFO കെ കാർത്തിക് പറഞ്ഞു. ടൈഗർ കൊളാപ്സ് ആയി നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫോർമാലിറ്റീസ് നോക്കുന്നുണ്ട്. ഡോക്ടർമാർ അസംഷൻസ് പറയുന്നുണ്ട്, കുടുങ്ങിയത് അതൊക്കെ ഉണ്ടായിരിക്കും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലാണ് പറയാൻ പറ്റും. അത് ആസ് പെർ NTCA SOP നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സ് അല്ലാതെ പുറത്തുള്ള ഡോക്ടേഴ്സും പിന്നെ ഇൻഡിപെൻഡന്റ് എക്സ്പേർട്സും നോക്കുന്നതായിരിക്കും. അവർ നോക്കിയിട്ടാണ് പറയും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രോപ്പർ റീസൺസ് പറയാൻ പറ്റും. വയനാട് പൂക്കോട് വെറ്റിനറി ആശുപത്രിയിൽ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടത്തും. ദീപക് ധർമ്മടം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എന്താണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്? ഈ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയെന്ന് സംശയിക്കാമോ? അത്തരത്തിൽ സംശയിക്കേണ്ടി വരും വേണു ബാലകൃഷ്ണൻ. കാരണം ഇതിലൊരു വ്യക്തത കുറവുണ്ട്. കാരണം ഈ കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി വ്യക്തതയോടുകൂടി വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടില്ല. കാരണം ഇത് ആറളം ഫാം വൈൽഡ് ലൈഫ് വാർഡൻ്റെ ചുമതലയിലാണ് യഥാർത്ഥത്തിൽ ഈ കടുവയെ അവിടെ നിന്നും പിടികൂടി സൂവിലേക്ക് എത്തിക്കേണ്ടത്. അതായത് തൃശ്ശൂരിലെ മൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്ക്, മൃഗശാലയിലേക്കാണ് എത്തിക്കേണ്ടത്. ഇതിനിടയിൽ കോഴിക്കോട് വെച്ചാണ് ചത്തതിന് ശേഷം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം എവിടെയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഒരു വിവരം ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് വനമന്ത്രി ഈ വിവരം അറിയുന്നു. വനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. ഈ കാര്യത്തെക്കുറിച്ചൊരു പ്രാഥമികമായ വിവരശേഖരണം നടത്തി ഉടൻ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ജയപ്രസാദിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. കാരണം ഈ കടുവ ആരോഗ്യവാനായിരുന്നു എന്നുള്ളതാണ് കണ്ണൂർ DFO കാർത്തിക് നമ്മുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പിയോട് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യവാനായ ഒരു കടുവ ഏത് സാഹചര്യത്തിൽ മരിക്കുന്നു, ചാവുന്നു, മറ്റൊന്ന് ഏതെങ്കിലും രീതിയിൽ പിന്നീട് അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായ വിവരങ്ങൾ ശേഖരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാണ് മറ്റ് ഈ ആന്തരാവയവങ്ങളുടെ പരിക്കുകൾ അല്ലെങ്കിൽ ഈ കമ്പിവേലിയിൽ കുടുങ്ങിയ സമയത്തുണ്ടായ പരിക്കാണോ മരണകാരണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാവൂ. വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വേണു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.